വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ കല്യാണം ഗലീലിയയുടെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ കുറിക്കപ്പെടും. ശാലോം സഹോദരന്മാരെ, ശാലോം. ശാലോം ഗൃഹനാഥ, ശാലോം. വീണ്ടും തെറ്റിദ്ധരിച്ചു. ഞാൻ ഇവിടുത്തെ ഗൃഹനാഥനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഏഴാമത്തെ ആളുകളാണ് നിങ്ങൾ. ഗൃഹനാഥനല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ആരാണ്? ഞാൻ അന്നാസ്. ഈ കല്യാണ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം എനിക്കാണ്. ഇവിടെ ആരൊക്കെ വരുന്നു, പോകുന്നു, അവരെന്തൊക്കെ കഴിക്കുന്നു, കഴിക്കുന്നില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്റെ ഒരു കണ്ണുണ്ട്. ശാലോം സഹോദരിമാരെ, ശാലോം. നൃത്തം ചെയ്യാൻ വന്നവരല്ലേ? വേഗം അകത്തേക്ക് ചെന്നോളൂ. ഞങ്ങൾ നൃത്തം ചെയ്യാൻ വന്നവരല്ല, സദ്യ വിളമ്പാൻ കുറച്ച് ആളുകൾ കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു. വിളമ്പാൻ വന്നവരാണല്ലേ? എങ്കിൽ വേഗം അപ്പുറത്തെ കലവറയിലേക്ക് ചെല്ലൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാ കാര്യങ്ങളുടെയും മേൽ എന്റെ ഒരു കണ്ണുണ്ടാവുമെന്ന്. അതെന്താ ഒരു കണ്ണുണ്ടാവുമെന്ന് പറഞ്ഞത്? നിങ്ങളെന്താ ഒറ്റക്കണ്ണനാണോ? അങ്ങനെയല്ല, ഇവിടെ എല്ലാ കാര്യത്തിലും എന്റെ ശ്രദ്ധയുണ്ടെന്ന അർത്ഥത്തിൽ പറഞ്ഞതാ. അതൊക്കെ പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കലാപരിപാടി തുടങ്ങൂ. തപ്പും തകിലും എല്ലാം ആ ചാക്കുകെട്ടിൽ നിന്ന് അഴിച്ചു വെച്ചോളൂ. കലാപരിപാടിയോ? ആ, നിങ്ങൾ കല്യാണ കച്ചേരി പാടാൻ വന്നവരല്ലേ? ആ, പാട് കേൾക്കട്ടെ. ഞങ്ങൾ പാട്ടുകാരൊന്നുമല്ല. അല്ലേ? അപ്പോൾ ഈ ചാക്കുകെട്ടിൽ തപ്പും തകിലും ഒന്നും അല്ലേ? ഞങ്ങൾ കലവറക്കാരന്റെ ആളുകളാണ്. ചാക്കുകെട്ടിൽ ചെമ്പുകുടങ്ങളാണ്. ഓഹോ, കലവറക്കാരന്റെ ആളുകളാണല്ലേ? ഇവിടെ നിൽക്കാതെ വേഗം ചെന്ന് ചെമ്പുകുടങ്ങളിൽ വീഞ്ഞു നിറയ്ക്കണോ? അതെന്താ കാട്ടുവള്ളിയുമായ ഒരാൾ വരുന്നത്? പോവല്ലേ പോവല്ലേ, അവിടെ നിൽക്ക്. കല്യാണ വീട്ടിൽ കാട്ടുവള്ളയോ? എന്താണോ ഇത്? ഇത് അത്തിമരത്തിന്റെ ഇലകളാണ്. ഇത് സംഘടിപ്പിക്കാൻ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് അറിയാമോ? അതിന് കല്യാണ വീട്ടിൽ എന്തിനാണോ അത്തിയില? ഭക്ഷണം കൊടുക്കാൻ. അത്തിയിലാണോ ഇന്നിവിടുത്തെ ഭക്ഷണം? അല്ല, ആവശ്യക്കാർക്ക് മാത്രം. അത്തിയിലെങ്കിലും ഇവിടെ ഭക്ഷണം വിളമ്പും. ആണോ? എന്നാൽ എന്റെ ശാപ്പാടും ഇന്ന് അത്തിയിലും തന്നെ. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അകത്തേക്ക് ചെന്നാട്ടെ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, വീഞ്ഞ് കൊടുക്കാൻ തുടങ്ങിയോ? വീഞ്ഞ് ഇല്ല, അതങ്ങനെ വാരിക്കോരി വിളമ്പാനുള്ളതല്ല. കല്യാണത്തിന് വീഞ്ഞ് വിളമ്പുക എന്നത് പാരമ്പര്യമായി തുടർന്നു വരുന്ന പരിശുദ്ധമായ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് വിളമ്പേണ്ട സമയത്ത് വിളമ്പും. ഇവിടെ നിന്ന് അധികം വിളമ്പാതെ വേഗം അത്തിയില കൊണ്ടുപോയി കൊടുക്കണോ.
ശിഷ്യന്മാരും ഈ കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നു. അവരെ ഇതുവരെ കണ്ടില്ല. അവർ വരും. അല്ലെങ്കിൽ തന്നെ കാനായിലെ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ആരെങ്കിലും വരാതിരിക്കുമോ? ഈ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? ഈ ഗലീലിയ ദേശത്ത് ഇന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കല്യാണമല്ലേ ഇവിടെ നടക്കുന്നത്? ക്ഷണിക്കപ്പെട്ടവരെല്ലാം വരും, വരണം, വന്നുകൊണ്ടേയിരിക്കണം. ഗായക സംഘം എത്തിയോ അന്നാസ്? ഏയ്, ഇതുവരെ എത്തിയിട്ടില്ല. ഇനി അവർ വരാതിരിക്കുമോ? അങ്ങനെ സംഭവിക്കില്ല. പറഞ്ഞ സമയത്ത് തന്നെ അവർ എത്തേണ്ടതാണ്. എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ കലാകാരന്മാർ ഒന്നും സമയനിഷ്ഠ പാലിക്കാറില്ല. അന്നാസിനെന്താ കലാകാരന്മാരോട് അസൂയാണ്? ഏയ്, അങ്ങനെയൊന്നും എനിക്കില്ല. എന്നെ വെറുതെ കരയിപ്പിക്കാൻ വേണ്ടി നീ എന്തിനാടാ ഇങ്ങനെ വായിക്കുന്നത്? ഈ ഓടക്കുഴൽ കരയിപ്പിക്കാൻ എന്തിനാടാ? ഇത് ഓടക്കുഴലല്ല, കിന്നരമാണ്, കിന്നരം. ശാലോ കൃഷ്ണനന്ദ, ശാലോ. ഞങ്ങൾ കൃത്യസമയത്ത് എത്തിയല്ലേ? വളരെ നന്ദി. ഇനി ഈ കല്യാണ വീട് സ്വർഗീയ സംഗീതം കൊണ്ട് നിറയും. നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ? പ്രഗത്ഭരായ ഒരു കൂട്ടം സംഗീത വിദ്വാൻമാരുണ്ട്. അവരെല്ലാം എത്തും. സാധാരണ കൊട്ടാരങ്ങളിലെ ആഘോഷങ്ങൾക്ക് മാത്രമാണ് ഇവർ സംഗീത പരിപാടി അവതരിപ്പിക്കാറുള്ളൂ. അതെന്താ, മറ്റുള്ളവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ആളുകൾ കൂവെന്ന പേടിയാണോ? അതുകൊണ്ടൊന്നുമല്ല, ഇവരുടെ സംഗീത പരിപാടി വളരെയേറെ ചിലവേറിയതാണ്. സാംസൺ, മറ്റുള്ളവരൊക്കെ ഇവിടെ? ഇതാ എത്തിക്കഴിഞ്ഞു. സത്യത്തിൽ വീണ വായിക്കുന്നത് ഇവരാണെങ്കിലും ഓ, ഇത് കിന്നരമാണെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? ഓ, ഭയങ്കര മറവി. അതെ, കിന്നാരം. അത് വായിച്ചത് ഇവരാണെങ്കിലും തകർന്നത് ഈ ഞാനാണ്. ഓ, ഇവരുടെ വായന ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആഹാ, ഇവരുടെ വായനയ്ക്ക് മുന്നിൽ തന്നെ അന്നാസ് അത്ഭുതപ്പെട്ടു പോയി അല്ലേ? അപ്പോൾ അന്നാസ് യഥാർത്ഥ അത്ഭുതം കണ്ടാലോ? ആ അത്ഭുതത്തിന് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കും. ശാലോ, വരൂ വരൂ. ഇത് ആരാണ്? ജെസ്സിക്ക് മനസ്സിലായില്ലേ? ഇത് മേരിയുടെ മകൻ യേശുവാണ്. യേശുവോ? യേശു, നീ അമ്മയെ ഓർക്കുന്നുണ്ടോ? എങ്ങനെ മറക്കാൻ കഴിയും? എന്റെ അപ്പനോടൊപ്പം ഈ വീട്ടിൽ ഞാൻ മരപ്പണി ചെയ്യാൻ വന്നിട്ടുള്ളതല്ലേ? യേശുവേ, ഇവരൊക്കെ എന്റെ ശിഷ്യന്മാരാണ്. എല്ലാവർക്കും ശാലോം. യേശുവേ, നിന്റെ അമ്മ നേരത്തെ ഇവിടെ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. കാരണം ഈ കല്യാണ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മേരി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്.
ഈശോയും ശിഷ്യന്മാരും അകത്തേക്ക് ചെല്ലൂ. അതെ, വരൂ വരൂ. അതെ, നിങ്ങൾ വായിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇനി ഈ ശൈലി ഒന്ന് മാറ്റി പിടിക്കുക. ഇവിടെ നൃത്തക്കാരുള്ളതാണ്. സംഗീതവും നൃത്തവും ഇനി ഒരുമിച്ച് നടക്കട്ടെ. അതെ അതെ, ഇനി ആഘോഷങ്ങളൊക്കെ അങ്ങ് മുറുകട്ടെ.